ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി. നിങ്ങളെല്ലാവരും ചെയ്യുന്ന രീതി ആയിരിക്കും മേ ബി ഇത്. എന്തായാലും ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതൊന്ന് കണ്ടു നോക്കാം. ഇതിന് കോവയ്ക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ വേറെ എന്തെങ്കിലും പേരാ പറയുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് നല്ലോണം വൃത്തിയായി കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, കുറച്ച് തിന്നായിട്ട് തന്നെ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പം നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടത്തിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ വരുമ്പം നല്ലൊരു മണവും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. ഉപ്പിട്ടു. നമുക്കൊന്നുകൂടെ ഇളക്കി എല്ലാവരുടെയും അത് വെക്കുന്ന രീതിയിൽ ആക്കിയിട്ട് നമുക്കിത് കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ വെളിച്ചെണ്ണയിൽ കിടന്നത് അങ്ങനെ സെറ്റായിക്കോളും. ഓക്കെ, സോ സിമ്മാക്കിയിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് നമുക്ക് ഇനി ഇതിടാനുള്ളത്. ആദ്യം തന്നെ നമ്മളത് ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒന്നാമത് യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ്. അപ്പോൾ അത് അടിയിൽ പിടിച്ചിട്ട് അതൊരു കരിഞ്ഞ പോലെയാവും, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ നമ്മളിതൊരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് കൂടുമ്പോൾ ഒന്നിത് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കും. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കഷ്ടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യൽ മറ്റേ കാശ്മീരി ചില്ലിയാണ്. എനിക്ക് വല്ലാണ്ട് എരിവുള്ളത് ഇഷ്ടമല്ല. പിന്നെ നല്ല ഒരു കളറും കിട്ടുമല്ലോ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ. സോ ഞാൻ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പിന്നെ നിങ്ങളുടെ എരിവിനും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ചിട്ട് മാറ്റാം. ഓക്കെ, കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കണമെങ്കിൽ കുറവ് ചേർക്കാം. പിന്നെ അതല്ല, നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ അല്ല, നോർമൽ ചില്ലി പൗഡർ അല്ല, എരിവുള്ള ചില്ലി പൗഡറാണ് ഇഷ്ടം വെച്ചാൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി അടച്ചു വെക്കണ്ട, നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് നല്ലോണം വലിയിച്ചെടുക്കാം. നല്ലോണം ഈ ഒരു നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണം കിടന്ന് അതൊന്ന് റോസ്റ്റ് ആവണം. അപ്പോൾ ഇനി അടച്ചു വെച്ചാൽ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ്സ് കൂടുമ്പം ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇതിപ്പം മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഇതേപോലെ ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇത് ഫൈനലി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നല്ലതായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്.
സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു ലൈക്കൊക്കെ തന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്യൂ വീഡിയോ. ആൻഡ് നിങ്ങളുടെ സജഷൻസ് എല്ലാം ഒന്ന് കമൻറ്റും കൂടെ ചെയ്യൂ. അപ്പോൾ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.